ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ ഒരിക്കൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് കൊച്ചിനെ വലിച്ചഴച്ചു കൊണ്ടുപോയതും നിന്റെ വീട്ടിൽ കുഞ്ഞിനെ നീ കൊണ്ടുവന്നപ്പോ ഈ പിഞ്ചു കുഞ്ഞിനോട് നീ കാണിച്ചതും എല്ലാം ഞാൻ മൊബൈലിൽ ലൈവായിട്ട് ജഗനെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചു. ഞാൻ കൃഷ്ണപ്രസാദിനെ വെച്ച് കോടതിയിൽ ഈ വീഡിയോയും എവിഡൻസും സമർപ്പിക്കുകയും കോടതിയിൽ നിന്ന് കുഞ്ഞിന് സംരക്ഷണം നൽകാൻ വന്ദനയ്ക്ക് അവകാശപ്പെടുന്നതുമായ താൽക്കാലിക കോർട്ട് ഓർഡർ വാങ്ങുകയും ചെയ്തിട്ടാ ഈ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വന്നത്. നിന്റെ മൊബൈലിലേക്ക് ഞാൻ അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്, നോക്ക്. കഴിക്കാനല്ലേ പറഞ്ഞേ, മര്യാദയ്ക്ക് കഴിക്കും. മതിയോ രാഖി? നിനക്ക് ഈ കോർട്ട് ഓർഡർ ലംഘിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പ നീ വാ. ദിയമോളുടെ കാര്യത്തിൽ നീ എവിടെയൊക്കെ തടകെട്ടിയാലും അതിന്റെ മുകളിൽ നിന്നെ കൂച്ചുവിലങ്ങിടാൻ തയ്യാറായി ഈ ഊർമിള ഉണ്ടാവും. എടി പെണ്ണേ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. അടിച്ച് കാരണം പുകച്ചു കളയും ഞാൻ. പ്രസാദേ, സന്തോഷം. അല്ല, മാഡം ഒന്ന് മടങ്ങുകയല്ലേ? അതെ. ഫോൺ എടുക്ക്. ഹലോ സാർ, ഇനി ഒരിക്കലും സാർ, പ്ലീസ് സാർ. താൻ ചന്ദ്രികയുടെ വീട്ടിൽ കയറി അഹങ്കാരം കാണിച്ചപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ നിനക്കിട്ടൊരു പണി തരണോന്ന്. സംസാരശേഷിയില്ലാത്ത വിനുവിനെ തല്ലാൻ കൈയോങ്ങിയപ്പോ തനിക്കിട്ടൊരു 8ന്റെ പണി തരണോന്ന് ഞാൻ കരുതിയതാ. ഇതല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നിനക്ക് സസ്പെൻഷൻ ഉറപ്പായിരുന്നു. ഇപ്പൊ ജയിച്ചു വെച്ച് എപ്പോഴും ജയിക്കുമെന്ന് വിചാരിക്കരുത് രാഖി. നീ ഇനി ദിയമോളുടെ നേരെ തിരിഞ്ഞാൽ നിന്റെ അവസാനമായിരിക്കും. ഇത് ഊർമിളയാ പറയുന്നേ. അപ്പോ SI സാറേ, ഇനി ഏതെങ്കിലും ഓണം കേറാൻ മൂലയിൽ വെച്ച് എപ്പോഴെങ്കിലും കാണാം. വന്ദനെ, കുഞ്ഞിനെ എടുത്തോ. വാപ്പുവാ. വരൂ മാഡം.